ഇതേപോലത്തെ ഒരു ഹോട്ടലുണ്ട്. നമ്മൾ വരുന്ന വഴിക്കില്ലേ, നമുക്ക് ചായ കുടിക്കാം. എവിടെ നിന്നറിയോ? ഇവിടെ ഇവിടെ ഈ നമ്മൾ വൈത്തിരി ഇറങ്ങൂലേ, ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉരുള് പൊട്ടിയില്ലേ നമ്മുടെ ഇവിടെ മേപ്പാടിയിലെ, അവരുടെ ഒരു ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, തട്ടുകട. അത് തുറന്നാൽ നമുക്ക് അവിടെ കയറി ചായ കുടിച്ചാൽ മതി. അവർക്കൊരു സഹായമാവും. എന്താണ് അതിൻ്റെ പേര് മറന്നു പോയല്ലോ. ഈ റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയ തട്ടുകട ഓപ്പൺ ആയിട്ട് നമുക്ക് അവിടെ കയറി ചായ കുടിച്ച് പോകാം. അപ്പോൾ അവർക്കൊരു സഹായമാവും. എന്തായാലും ചായ കുടിക്കണ്ടേ? ചായ കുടിച്ച് അവിടെ രാവിലെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം. ഗാന്ധിഗ്രാമം വയനാട് ഫുള്ള് ഹോട്ടൽസും ഇതും എല്ലാം ആയിട്ടല്ലേ. ഈ പ്രദേശം മുഴുവൻ അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് അവിടെ കേട്ടോ, ഇവിടെ ഹോട്ടലല്ല. ഈ റോഡ് സൈഡിൽ തന്നെ വലത്ത് സൈഡിൽ തന്നെ ചേർന്ന്, ഇവിടെ അല്ല വലത്ത് സൈഡിൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇല്ലേ, ഫോറസ്റ്റില്ലേ, ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പ്, ചെക്ക് പോസ്റ്റ് തന്നെ തൊട്ടുമുണ്ട്. വൈത്തിരി ടൗണിലെത്തി. വൈത്തിരി ടൗൺ മല സീസൺ ആയതുകൊണ്ട് മലവണ്ടികൾ ഇനി വന്നുകൊണ്ട്, മലവണ്ടിയും ഇനിയിപ്പോൾ 10 മണി കഴിഞ്ഞിട്ട് സ്കൂൾ വരുന്നതുകൊണ്ട് അവരുടെ മറ്റേ ടിപ്പറുകാർ ലോഡും കയറ്റി 12 പേരും 14 പേരും ഒക്കെ കയറി വരും. എൻ്റെ ചേട്ടാ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്താ മലവണ്ടിയുടെ കർണാടക വണ്ടിയുടെ ഫ്രണ്ട് കൊള്ളാം അല്ലേ, നല്ല രസമുണ്ടല്ലേ. പവിഴം അല്ല, പവിഴം അരിവണ്ടി. വൈത്തിരി ഹോസ്പിറ്റൽ, വൈത്തിരി പോലീസ് സ്റ്റേഷൻ. വാ ചായപ്പൊടിക്കൊക്കെ എന്തുണ്ട് പോലെ 1 കിലോ? ടാറ്റയുടെ പ്രൈമ എത്ര? 200 രൂപ 1/2 കിലോ. കമ്പനി വ്യത്യാസം വരുന്ന വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. വൈത്തിരി പാലസ് റിസോർട്ട്, മിറാഷ്. ബാംഗ്ലൂർ, പഴയ വൈത്തിരി. ഓടിക്കാനൊന്നും സുഖം തോന്നല്ലേ, ഓടിയത് യാത്രാ സുഖമുണ്ട്. ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഇതൊന്നുമല്ല. ഞങ്ങൾ നൈറ്റ് ട്രിപ്പ് വരുമ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ പോയി ചായ കുടിച്ചിട്ട് പോകും. പച്ചക്കറി കൊണ്ട് ഇതിലേ വേണം വരുന്നെങ്കിൽ. ഇത്തിരി ചാട്ടം കുറവുണ്ട്.
പാലക്കാട് പോണ്ടേ മറ്റേ സാധനം എടുക്കാൻ വേണ്ടി? മറ്റേ വണ്ടി കൊണ്ടല്ലോ ഫുള്ള് ഓടുണ്ടായി. അന്ന് നമ്മള് ഫുള്ള് ഓടും കൊണ്ടല്ലോ അന്നും വന്നത്. ഫുള്ളില്ല. ഉണ്ട് ഉണ്ട്. പിന്നെ അന്ന് ഫുള്ള് ഓടുന്നുണ്ട്. ഫുള്ള് കയറ്റി വന്നേ. ആ പെട്ടിയും വേറെ ചേട്ടാ കേറി പോന്നെ. പൂക്കോട് ലേക്കും ഇതെല്ലാം ഉള്ളത് ഇവിടെയല്ലേ നമ്മുടെ ഇവരുടെ ഇതുള്ള എന്താണ് മൃഗത്തിൻ്റെ ഫിഷറീസിൻ്റെ ഇവിടെയുള്ള അല്ല മൃഗത്തിൻ്റെ എന്തോ ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടല്ലോ ഇവിടെ. മൃഗ ഗവേഷണ കേന്ദ്രം വെറ്റിനറി. ആ ബസ് പറഞ്ഞു. ഇത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ല കൂട്ടാ ഇവിടെ കൂട്ടാ ഈ യൂണിവേഴ്സിറ്റി ഈ വെറ്റിനറി കോളേജിലല്ലേ മറ്റേ പൂക്കോട് വെറ്റിനറി കോളേജിലല്ലേ മറ്റേ ആള് മരിച്ചത്. നമ്മളാ പക്ഷെ അപ്പൊ ആ കോളേജ് ഏത് കോളേജാ നമ്മളാ കണ്ടത്? എന്നൂര്. ഇവിടെയാണ് എന്നൂര് പാർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ വയനാട് അൾട്രാ പാർക്ക് ഇവിടെയല്ലേ? നമ്മള് മറ്റേ ആ ഇതില് മുകളിൽ കൂടെ പോകുന്നതിന് എന്താ പറയാ? അതായത് എന്താ ഈ കമ്പി കൂടെ നമുക്ക് ആ സാധനം കണ്ടില്ലേ നമ്മൾ ഹാങ് ചെയ്തിങ്ങനെ? ആ റോപ്പില്. അതിന് വേറൊരു പേരാണല്ലോ പറയുക അതിന്. റോപ്പ് വേ. അത് അതിലേക്ക് പോകുന്നത്. അതാണ് എന്നൂരിൻ്റെ ആ ഷെഡ് കണ്ടോ? അതാ കുന്നിൻ്റെ മുകളിൽ അവിടത്തേക്ക് യാത്ര ചെയ്യുന്നു. എന്നൂര് റോപ്പ് വേ സർവീസ് ഇവിടെയല്ല. റിസോർട്ട് ബാംഗ്ലൂർ. ഇപ്പോൾ ഇന്നലെ ഒരു 2-3 KSRTC ബാംഗ്ലൂർ പോകുന്നത്. പുറകെ ആ പോകുന്ന സാധനം കണ്ടോ? എക്കോമെറ്റ്. അത് 12 ടൺ പാസിംഗ് ഉള്ള വണ്ടിയാണ് പോകുന്നത്. സിജോന്റെ ഇത് എക്കോമെറ്റോ? സിജോക്ക് എക്കോമെറ്റ് അല്ലല്ലോ. ഇത് എക്കോമെറ്റോ. സിജോയ്ക്ക് ഇതല്ലേ ഭാരത് ബെൻസ് അല്ലേ? ഇത് ഭാരത് ബെൻസ് അല്ലേ? ലൈലാൻഡ് അല്ലേ? എക്കോമെറ്റ് ആണോ ബോസ് ആണോ നോക്കാം നമുക്ക്. അതാ അവിടെ ഈ സൈഡിൽ ആ വണ്ടി നിർത്തിട്ടേക്കുന്നുണ്ടോ? നോക്കട്ടെ. തുറന്നിട്ടാ മുണ്ടക്കൈ തട്ടുകടയിൽ അടച്ചേക്ക് പോവാ. തുറന്നില്ല. ലക്കിടി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ മാറി. ഇപ്പോൾ ഇവിടെ മഴയില്ല, ഒന്നുമില്ല. അങ്ങനെ വയനാട് ചുരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുരത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ?